രണ്ടുപകാരം പെര വരാന്ന് പറയുന്നത് ഈ വയസ്സ് സാധനത്തിന് മാത്രമേ ആർക്കും പോയിട്ടൊന്നുമില്ല. പക്ഷെ ഒത്തിരി ചെറിയ പണി. ടീഷർട്ട് എങ്ങനെയുണ്ട്? എന്തെന്റെ ഉള്ളില് എന്റെ മണ്ണും ചപ്പൊക്കെ എന്തെങ്കിലും പലക മുറിച്ച് തന്നെയല്ലേ മണ്ണിട്ട് മുറിച്ചു. നാളെ വില പഴകം നാളെ 40. നാളെ ഇട്ടാ പറയുന്ന ഇയാളെ കണ്ടു. കണ്ടിട്ട് പോയി രണ്ടാമതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ പോയത്. പോണ തന്നെ കാണാനില്ല. സ്റ്റോറേജ് വെക്കിട്ടാ സ്റ്റോറേജ് വെക്കി. ആ ഒരു ഫ്ലൈറ്റിന് 4,850 4,700 250 ഓയിലും ഗ്രീസും എനിക്കതല്ല സങ്കടം. പൈസ കിട്ടും. എനിക്ക് എന്റെ കണ്ടന്റ് മിസ്സായി. ഇവിടെ വർത്താനൊക്കെ പറഞ്ഞായിരുന്നു ചെയ്യല്. എന്നിട്ട് ഫാന് കറങ്ങുന്നുണ്ടോ ഹെലികോപ്റ്റർ പോകണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊന്നും അതിന് പറ്റില്ല എന്നുള്ളതിലാണ് എനിക്ക് ഉറപ്പം. അവൻ അതിന്റെ ഇടയിൽ ചോദിക്കണ വന്നിട്ട് ഫാന് കറങ്ങോടാ ഹെലികോപ്റ്റർ വരൂടാന്നൊക്കെ ചോദിച്ചു എന്റെ ഇടയ്ക്ക് വന്നിട്ട്. അവൻ കയറി ഭയങ്കര സെറ്റപ്പ് ഒക്കെ അവിടെ മീറ്റിംഗ് സെറ്റ് ചെയ്ത് വീഡിയോ പറഞ്ഞു ഫോൺ ഫോട്ടോ അടിപൊളിയാണ് അതിന്റെ. ഞാൻ എവിടെ കൊണ്ടുവന്നു എടുത്തേ നാളെ നാളെയില്ല മറ്റന്നാ. നാളെ എന്താ ലെവലൊന്നും അറിയില്ല. മറ്റന്നാ തിങ്കളാഴ്ച വരുമ്പോ തന്നെ വരുന്നുണ്ടാവും. പോയി ചത്തിട്ട് തിങ്കളാഴ്ചക്ക് തീരുമാനം എങ്ങനെയാവും. ഇനി ഈ സംഭവത്തിൽ ചാടി പിടിച്ചു എടുക്കാൻ അടുത്ത തന്നെ കണ്ടന്റ് കോപ്പി അടിക്കരുത്. മിററാ അത് എന്റെ പണിയടാ. പണി പഠിപ്പിച്ചത് ഞാന്. ഇനി ഞാൻ വേറെ ഏതാ അടിച്ചു മാറ്റത്. ഒരു തവണ കണ്ടാ മതി. നേരാണ് ഇതൊന്നും പഠിപ്പിച്ച എഴുതാണെങ്കിൽ ഉണ്ടോ? ന്യൂ ടെക്നോളജി AI ആണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. എന്റെ കഞ്ഞിയിലിപ്പോ എന്റെ ചോദിച്ചാൽ ചിലപ്പോ പാറ്റ വരും. ഇതിൽ ഞാൻ തലയിടും. ഞാൻ LED മാത്രം തലയിടും. അതിനോട് ഇൻട്രസ്റ്റ്. അത് ഇതിലാക്കിയതാണ്. അത് വരും. അത് വരും. പഴയത് വരും.
മതി കയറുകയാണല്ലോ പൊടിയെല്ലാം ഉണ്ട് ഇങ്ങോട്ട് പോകണം അതിങ്ങനെ ഒരു വർഷമായില്ലേ ഇതാണ് ഇത് എവിടെയാണ് പഴയ ഫോട്ടോസ് വരും അതില് കടയിൽ ചെക്കന്മാരൊക്കെ മറന്നുപോയി. ഞാൻ അതിലൊന്നും സ്റ്റോറേജ് ചെയ്യുന്നു. ഒരു 10 ഉണ്ടായത് എന്നിട്ടാണ് പോലീസുകാരെ